നിങ്ങൾക്ക് ഭ്രാന്താണോ? നീ ഒന്ന് പോകൂ. ഞാൻ ശൈലിക്ക് വേണ്ടി എഴുതി വെച്ചിരുന്ന മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ കാണുന്നില്ല. ആഹാരം കഴിക്കാതെ ഉറങ്ങാതെയാണോ അന്യരെ രക്ഷിക്കാൻ പോകുന്നത്? നിനക്കറിയില്ല ഞാനും മേനോനായിട്ടുള്ള ബന്ധം. പോ. അച്ഛാ, അച്ഛാ. എന്തിനാടാ വിളിക്കുന്നത്? അച്ഛൻ ഈ ലോകത്തൊന്നും അല്ല. അമ്മേ, ഇന്ന് എന്റെ ട്രെയിനിങ് കഴിയും. എനിക്കും ലീവ് തീർന്നു. നാളെ ഹോസ്പിറ്റലിൽ എത്തിയേ പറ്റൂ. പോകുന്നതിന് മുമ്പ് മേനോൻ സാറിന് അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞു. പോകുന്നതിന് മുമ്പ് ഞാൻ മിസ്റ്റർ മേനനെ കാണുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ സിംഹത്തെ പോലെ കഴിഞ്ഞ മനുഷ്യൻ ശൈലജയുടെ കാര്യത്തിലാണ് തകർന്നു പോകുന്നത്. അതിന് തലയിലെഴുത്താണെന്ന് വിചാരിച്ചാൽ മതിയല്ലോ. രോഗം എന്ന് തലയെഴുത്തുണ്ടല്ല. Swimmers on the step. Ready? 1, 2. ഡോക്ടർ, എന്റെ മോക്ക്. മിസ്റ്റർ മേനോൻ, വിഷമിക്കാതിരിക്കൂ. കുറച്ച് ദിവസം ഇവിടെ കിടന്നാൽ എല്ലാം ഭേദാവും. ഞാൻ എന്ത് വേണമെങ്കിലും ചെലവാക്കാം. എന്റെ മോളുടെ അസുഖം മാറി കിട്ടിയാൽ മതി. മോളെ. ഇത്രയും ദിവസമായിട്ടും ശൈലജയ്ക്ക് ഒരു ആശ്വാസവും കാണുന്നില്ലോ ഡോക്ടർ. ഒരേ ഒരു മകളുള്ളത് ഞൊണ്ടിയായി ജീവിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. മേനോൻ, ഈ കാര്യത്തിൽ നിങ്ങൾക്ക് കുറെ കൂടി മനസാന്നിധ്യമുണ്ടായാലേ പറ്റൂ. ശൈലജയുടെ കാലുകൾ തളർന്നു പോയത് ശാരീരികമായ കുഴപ്പം കൊണ്ടല്ല, പെട്ടെന്നുണ്ടായ മെന്റൽ ഷോക്ക് കൊണ്ടാണ്. ഇതുപോലെ അംഗവൈകല്യം സംഭവിച്ച പല കേസുകളും എനിക്കറിയാം. മിസ്റ്റർ മേനോൻ, വരൂ ഡോക്ടർ, ഇരിക്കൂ. ട്രാൻസ്ഫറിന്റെ കാര്യം എന്തായി? ഞാൻ ഉടനെ തന്നെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണം. കുറെ അകലെയാണെങ്കിലും അതൊരു മേജർ ഹോസ്പിറ്റലാണ്. ഡോക്ടർ ഇവിടുന്ന് പോയാൽ ശൈലജയുടെ കാര്യം എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അക്കാര്യത്തിൽ മേനോൻ വിഷമിക്കണ്ട. ഞാൻ ഡ്യൂട്ടിയിൽ നിന്ന് ജോയിൻ ചെയ്തോട്ടെ. വേണ്ടി വന്നാൽ ശൈലജ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹലോ അങ്കിൾ. ആരത്? ശൈലജയോ?
അങ്കിള് പോലെ ഞാൻ പോയി ചായ കൊണ്ടുവരാം. ഇവളുടെ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോ ഞാൻ തകർന്നു പോവാണ് ഡോക്ടർ. മേനോൻ ധൈര്യമായിട്ടിരിക്കൂ. വേണുവിന് എവിടെയെങ്കിലും ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അവരുടെ വിവാഹം നടത്താം. വേണ്ട ഡോക്ടർ, നാം തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ പേരിലാണ് പണ്ട് അങ്ങനെ ഒരു വാക്കുറപ്പിച്ചിരുന്നത്. ഇന്ന് നടക്കാൻ പോലും വയ്യാത്ത എന്റെ മോളെ വിവാഹം കഴിക്കാൻ വേണു ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. മിസ്റ്റർ മേനോൻ, വേണു എന്റെ മകനാണ്. പോരെങ്കിൽ നിങ്ങൾ അവന്റെ ഗുരുനാഥനുമാണ്. നമ്മുടെ തീരുമാനത്തിൽ കവിഞ്ഞ് അവന് എതിരഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടറുടെ ഇഷ്ടം പോലെ ചെയ്യൂ. ലക്ഷ്മിയമ്മ എന്തു പറഞ്ഞാലും ശരി, രാജുവിനെ പോലെ ഒരു നല്ല മനസാക്ഷിയുള്ള ചെറുപ്പക്കാരൻ ഈ നാട്ടിൽ വേറെയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവനിവിടെ നിൽക്കാൻ പാടില്ലെന്ന്. ഇവിടെ മനസാക്ഷിക്കൊന്നും ഒരു സ്ഥാനവും ഇല്ല രാമു. ലക്ഷ്മിയമ്മ വിഷമിക്കണ്ട. നമ്മുടെ ഫോറസ്റ്റ് ഓഫീസറുടെ വീട്ടിലെ ഞാനാ പാല് കൊടുക്കുന്നത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാ. അടുത്ത ലീവിന് അദ്ദേഹം വരുമ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് രാജുവിന് എന്തെങ്കിലും ഒരു നല്ല ജോലി വാങ്ങിച്ചു കൊടുപ്പിക്കാം. വരൂ, ഇരിക്കൂ. വേണുവിന് ഇൻസ്പെക്ടർ പോസ്റ്റിന് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയല്ലേ? അതെ സർ, ദേവിമല എസ്റ്റേറ്റ് ഏരിയയിലാണ്. അച്ഛന്റെ ഹോസ്പിറ്റലും ആ ഭാഗത്ത് എവിടെയോ അല്ലേ? അതെ, സ്റ്റേഷനും ഹോസ്പിറ്റലും തമ്മിൽ വലിയ ദൂരമില്ലേ? അപ്പൊ ഡോക്ടർക്കും വേണുവിനും ഒരുമിച്ച് താമസിക്കാമല്ലോ. ഇല്ല സർ, അച്ഛന്റെ ക്വാർട്ടേഴ്സിൽ വേറെ ഡോക്ടേഴ്സും കാണും. അതുകൊണ്ട് ഞാൻ സ്റ്റേഷനടുത്ത് ഒരു ചെറിയ വീട് നോക്കിയിരിക്കുകയാണ്. ആ ഏരിയ വളരെ മോശപ്പെട്ടതാ. പട്ടാപ്പകൽ പോലും കൊലയും കൊള്ളയും നടക്കാറുണ്ട്. ശരിയാണ് സർ, അവിടെ ഇതുവരെ ആരും സ്ഥിരമായിട്ടിരുന്നിട്ടില്ലെന്നാണ് ഞാനും കേട്ടിട്ടുള്ളത്. ഏതായാലും വേണു വളരെ കരുതലോടെ വേണം ചാർജ് എടുക്കാൻ. യെസ് സർ. പിന്നൊരു കാര്യമുണ്ട്, ഒരു ഇൻസ്പെക്ടർക്ക് അയാളുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റിയ സ്ഥലമാണ്. അച്ഛാ, കൺഗ്രാചുലേഷൻസ് വേണേട്ടാ. താങ്ക് യു. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയല്ലേ? എന്നു മുതൽ ഡ്യൂട്ടിക്ക് പോകേണ്ടത്? ഈ ആഴ്ച തന്നെ പോണം. നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ട് കഴിയുന്നവനാണ് ഞാൻ. പക്ഷെ വേഗം ഒരു തീരുമാനത്തിലെത്താൻ ദൈവം എന്നെ അനുവദിക്കുന്നില്ല. ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന എന്തിനാണ്? നമ്മളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചതല്ലേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സരസിൽ കണ്ണാടി നോക്കും കാദംബരി പുഷ്പവനിയിൽ. ഹേമന്ത സരസിൽ കണ്ണാടി നോക്കും കാദംബരി പുഷ്പവനിയിൽ. സരസ്വതിയാമത്തിൽ തേന്നുകരാൻ വന്ന സരസ്വതിയാമത്തിൽ തേന്നുകരാൻ വന്ന സരസീരുക പക്ഷികൾ നമ്മൾ സുരഭീവന പക്ഷികൾ. ഹേമന്ത സരസിൽ കണ്ണാടി നോക്കും കാദംബരി പുഷ്പവനിയിൽ പുഷ്പവനിയിൽ.